ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇടുന്ന വീഡിയോ തന്നെയാണ് മുതുകാട് സാറിനോട് സംബന്ധിച്ചുള്ള വാർത്ത. അത് ഞാനിങ്ങനെ പോയി നോക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു ജിജ്ഞാസ, എന്താണ് സത്യം എന്താണെന്ന് അറിയാം. അപ്പം മറുനാടിന്റെ വീഡിയോ ചാനലിലും സുനിതയുടെ വീഡിയോയുമാണ് പോയി കാണുന്നത്. അപ്പൊ ഇന്ന് പക്ഷേ സുനിതയുടെ വീഡിയോ കണ്ടപ്പോൾ കൂടുതലും നമുക്ക് മുതുകാട് സാർ എന്ത് ചെയ്തു എന്നുള്ളത് അറിയാനുള്ളതിനെക്കാട്ടുപരി അതിന്റെ അകത്ത് ഒരു കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, പ്രീത, അവര് സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്. അവർ വന്നിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഒരു നിമിഷം അങ്ങ് നിന്നു പോകുന്ന പോലത്തെ ഒരു സംസാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച് ഇന്ന് കേരളത്തിലെ അവസ്ഥ വെച്ചാൽ അവരത് പറഞ്ഞ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൊന്നുകളയുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ അതാ അവസ്ഥ. അത്ര ആരും നോക്കാനില്ല. ഓരോ അമ്മമാരും അവരുടെ കാലശേഷം ഈ കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ള ഒരു വിഷമം. അത് നമ്മൾ പണ്ടുതൊട്ടേ കേൾക്കുന്നതാണ്. അവർ നോക്കുന്ന പോലെ പിന്നെ ആരെങ്കിലും നോക്കുവോ? ആരും നോക്കത്തില്ല. അതിന്റെ ഒരു വിഷമം അവർക്ക് ഉണ്ട്. അപ്പൊ സർക്കാർ എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ ചെയ്യണോന്നുള്ള രീതിക്ക് അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കൊന്നു കളയുന്നതാണ് നല്ലതെന്ന്. അത് അവസാന വാക്കുമല്ല, അത്രമേൽ വിഷമം തട്ടിയിട്ട് പറയുന്ന ഒരു വാചകമാണ്. അത് പോരാഞ്ഞിട്ട് ഇന്നിപ്പോ അവര് പറയുമ്പം അതിന്റെ അകത്ത് UK പോയി നിന്നിട്ട് മുതുകാട് സാറ് പ്രസംഗിക്കുന്നതിന്റെ അകത്ത് ഒരു വാചകം പറഞ്ഞു വിടുന്നുണ്ട്. ഒരു അമ്മയുടെ വിഷമം, കണ്ണിക്കൂടെ ചോര ഒലിച്ച ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നും പറഞ്ഞു അവരതിന്റെ അകത്ത് മുതുകാട് സാറിനെ വിമർശിക്കാനായിട്ടിട്ട ഒരു പോയിന്റ് ആണേലും ആ ഒരു സംസാരം നിങ്ങളൊന്ന് ഈ വീഡിയോ ഞാൻ അത് ഇടുന്നുണ്ട്, ഇതൊന്ന് കേട്ട് നോക്കണം. നമ്മളിങ്ങനെ ഒരു സമയം അത് കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയം നിലച്ചു പോകുന്ന പോലെ തോന്നും. ഇതുപോലത്തെ ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിന്റെ അമ്മമാര് ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സത്യത്തിൽ ഞാൻ ഇന്ന് വരെ ഈ പ്രായമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ ദൈവമേ, അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അവസ്ഥ തോന്നി. എന്താ വെച്ചാൽ ഒന്നിനും സ്വന്തമായിട്ട് അവർക്ക് കഴിവില്ല, എല്ലാം ചെയ്തു കൊടുക്കണം, ഡ്രസ്സൊന്നും ഇടുകയില്ല, മൊത്തത്തിൽ എല്ലാം അമ്മമാരുടെ കഷ്ടപ്പാടാണ്. എല്ലാം നമുക്കറിയാം, പക്ഷെ ചില കാര്യങ്ങൾ നമുക്കറിയത്തില്ല. കാരണം നമ്മൾ അത്ര അവരുമായിട്ട് അടുത്ത് ഇടപഴകുന്ന പിള്ളേരുമായിട്ട് ഇടപഴകുന്നവർക്കേ അത്ര അറിയാൻ പറ്റുള്ളൂ. ആരും പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ വായിലിട്ട് ഭക്ഷണം ഫുഡ് ചവച്ചരച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങളെ പലർക്കും അറിയാവുന്നവര് കാണും, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഇന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആ വീഡിയോ കേട്ടപ്പോൾ എന്റെ ദൈവമേ, ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് തോന്നിയത്. അപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന സ്കൂളും അതും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ അമ്മ അതിന്റെ വിശദീകരിച്ച് മുഴുവൻ പറയുന്നുണ്ട്. മുഴുവനൊന്നും ഞാൻ ഇട്ടിട്ടില്ല വീഡിയോയിൽ, കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഇന്ന് ഞാനിത് ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ള കാരണം, അല്ലാതെ മുതുകാട് സാറിനെ പറ്റിയുള്ള ഇതല്ല. പിന്നെ അവര് പറയുന്നുണ്ട് ഇത് വിദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഇതിനൊരു തീരുമാനമായേനെ. ഇവര് പറയുന്ന ആരോപണം എന്തൊക്കെയോ കുറെ പരാതികളാണ്. അവിടെ ആ കുട്ടി ഓട്ടിസം ബാധിച്ച കുട്ടികളെ ശരിക്കും മുതുകാട് സാറിന് അറിയില്ല. അതിനെ അറിയില്ലെന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഓട്ടിസം ബാധിച്ച കുട്ടി ഇല്ലല്ലോ, പിന്നെ ഈ കാണുന്നുള്ളൂ. പിന്നെ പുറമെ കാണുന്ന സ്നേഹമായിട്ടെല്ലാം ഹാർഡായിട്ടാണ് ഇടപെടുന്നത്, പിള്ളേരെ തട്ടിമാറ്റുന്ന കാണുന്നുണ്ട്. അവര് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാകുന്ന ഒരു ഇത് പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാൻ അപൂർവമാണ്. അത് മുതുകാട് സാറിന് ഉണ്ടായ അത് ദൈവത്തിന്റെ കൃപയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അതങ്ങനെയാണ്, അത്രയും ക്ഷമയും ഇതുമെല്ലാം ഉണ്ടായെങ്കിൽ. അപ്പൊ പുള്ളിക്ക് അതില്ല എന്നാണ് ഇവരെല്ലാം ബാധിക്കുന്നത്. അതുകൊണ്ട് പുള്ളി അത്ര പുറമെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന പോലെ അല്ല എന്നാണ് ഇവര് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേങ്കിലും മുതുകാട് സാർ അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞത് നികുതി വെട്ടിപ്പീരിനെ കുറിച്ചും ഈ വരുന്ന പൈസയെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ ഈ എവിടുന്ന് വരുന്ന പിള്ളേരെ കണ്ടിട്ട് ഈ പിള്ളേരുടെ ഉന്നതിക്ക് വേണ്ടി വരുന്ന പൈസയാണ് എന്നൊക്കെയുള്ള കുറെ വാദങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ വിദേശത്തൊക്കെയാണ് ഇതിന്റെ അകത്തെ നമ്മളിപ്പോ വീഡിയോ തന്നെ ഞാൻ തന്നെ 2-3 വീഡിയോ ഇതിപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊന്നും വരാതെ ഇതിന്റെ സംഭവം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിലൊന്ന് അന്വേഷിച്ച് ഇത് നെല്ലും പതിനും തിരിച്ചറിയാന്ന് പറഞ്ഞ പോലെ ഇത് ആരുടെയും ഭാഗത്ത് തെറ്റുപറ്റിയോ അതോ ഇവർക്ക് വെറുതെ തോന്നുന്നതാണോ, ഇതൊക്കെ ഒരു അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് വന്നേനെ. അത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് വെറുതെ കിടന്ന് ഒരു പക്ഷെ അങ്ങനെ പറയുന്നു, വേറൊരു പക്ഷെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പോകത്തേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് കെട്ടടങ്ങും. ഇതിന്റെ പേരിൽ ഒരു തീരുമാനമൊന്നും ആരും എടുക്കത്തുമില്ല, ഒന്നുമില്ല, ഒരു തീരുമാനമില്ല. അപ്പോഴും ഈ അമ്മ പറയുന്ന പോലെ ഇപ്പൊ 2 ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മയും ഒരു അച്ഛനെയൊക്കെ നമ്മൾ കണ്ടു. ഈ ആരോപണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവര് പറയുന്ന ശ്രദ്ധിച്ചാൽ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകളുണ്ട്, എന്തോരം പരാതികൾ അവർ പറയുന്നു. അത് ഓരോരുത്തരും പ്രതിനിധിയായിട്ട് പറയുന്നത്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. മുതുകാട് സാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നതിലൊന്നും അല്ല കാര്യം. ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ അകത്തൊരു തീരുമാനമൊക്കെ എടുക്കേണ്ടത്. ഇത് കേട്ടിരിക്കുമ്പം ശ്രദ്ധിച്ച് കേട്ടാല് നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തും നമ്മള്. അങ്ങനെയാണ്. എനിക്കിത് കൂടുതൽ അറിയില്ലായിരുന്നു, അതുകൊണ്ടും ആവാം പലർക്കും ഈ വക കുഞ്ഞുങ്ങളുമായിട്ട് അടുത്ത ഇടപഴകുകയും
ഈ വക സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചർമാരുമായിട്ട് അടുപ്പമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ പല കാര്യങ്ങൾ അറിയാം. അപ്പൊ ഏതായാലും ഞാൻ സുനിതയുടെ വീഡിയോയിലൂടെയാണ് ഇതൊക്കെ കണ്ടത്, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ഓട്ടിസ്റ്റിക് കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അറിയുമ്പോഴത്തേന് പേരന്റ് തരിപ്പണമാണ്, വിഷാദം, ആൻസൈറ്റി, ഇതിന്റെ ഒക്കെ മുകളില് ആത്യന്തികമായിട്ട് ഇത്രയും മാനസിക പ്രശ്നങ്ങൾ വെച്ചിട്ട് ഈ അമ്മമാര് തന്നെ ഈ കുട്ടികളെ നോക്കണം. ഇത് കുഞ്ഞുങ്ങളെ പിന്നെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം എന്നിട്ട് ഇവർക്കൊരു കൗൺസിലിംഗ് പോലും നൽകാനുള്ള സംവിധാനം നമുക്കുണ്ടോ? ഈ പേരൻസിന് എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടോ? ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ പലതവണ പറഞ്ഞതുപോലെ ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം. ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് പൊതുസമൂഹം കരുതുകയും അതിന്റെ പേരിൽ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ട ദയ, മനുഷ്യന്റെ ദയ ഇയാളിലേക്ക് മാത്രം ഒഴുകിയെത്തുന്നതുമാണ് എന്റെ വിഷയം. ഇയാളുടെ ഫണ്ടോ അക്കൗണ്ടിങ്ങോ ഇയാൾ ഇനി അതിന്റെ മുകളിൽ പണത്തിന്റെ മുകളിൽ കിടന്നാൽ ഇരിക്കുന്നില്ല. ശരിയാണ് പ്രീത പറഞ്ഞത്. ഈ ഒരു വിഷയം ശരിക്കും മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമാണ്. ഗോപിനാഥ് മുതുകാട് പൈസ പിരിക്കുന്നുണ്ടോ, അയാൾ സുഖമായി ജീവിക്കുന്നുണ്ടോ, അയാൾ കുഞ്ഞുങ്ങളെ നോക്കുക, ഇതൊന്നും അല്ല ശരിക്കും അടിസ്ഥാനപരമായ വിഷയം. ഈ സമൂഹത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഓട്ടിസ്റ്റിക് ആയ കുഞ്ഞുങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ കഥകൾ സ്റ്റേജിൽ പറഞ്ഞ് അവരുടെ കഥകൾ യൂട്യൂബ് വീഡിയോകളിൽ വന്ന് പറഞ്ഞ്, പക്ഷെ പുള്ളി ചൂസ് ചെയ്യുന്നത് ടാലന്റ് ടെസ്റ്റും റിയാലിറ്റി ഷോയൊക്കെ പോലെ സ്റ്റേജിൽ ഇവരെ പെർഫോം ചെയ്ത് അതിൽ ഏറ്റവും കഴിവുള്ള ഒരുമാതിരിപ്പെട്ട നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുഞ്ഞുങ്ങളെയാണ് പുള്ളി ചൂസ് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളെ വെച്ച് പുള്ളി ബിസിനസ് നടത്തിയും പുള്ളിയുടെ ഈ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ വീണ്ടും 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 വേദികളിൽ വന്ന് പ്രീത പറഞ്ഞ പോലെ പ്രീതയുടെ പോലത്തെ കുഞ്ഞുങ്ങളെ പറ്റി സംസാരിക്കുന്നു. പക്ഷെ ആ കുട്ടികളെ പുള്ളി നോക്കുന്നില്ല. പക്ഷെ സമൂഹം മുഴുവൻ ഈ പാരന്റ്സിനോട് ചോദിക്കുന്നു, അല്ല നിങ്ങളെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഗോപിനാഥ് മുതുകാടില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന പാരന്റ്സിന്റെ അവസ്ഥ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുള്ള പേരന്റ്സ് കേൾക്കണം, മുഴുവൻ മനുഷ്യരും. എന്റെ വിഷയം എന്താണെന്ന് അറിയുമോ? ഇയാൾക്ക് കിട്ടുന്ന ഈ പണം ഇയാൾ ചെയ്യാത്തതാണ് കിട്ടുന്നത്. കാരണം എല്ലാ മനുഷ്യരും ഈ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇയാൾക്ക് പൈസ കിട്ടുന്നത്, ഫണ്ട് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫണ്ട് ആർക്കുള്ള ഫണ്ടാണ്? ഇതിലെ ഏറ്റവും മോശം ആൾക്കാർക്കുള്ള, അതായത് അച്ഛന് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച കുട്ടിയുടെ തലത്തിലുള്ള ആൾക്കാർക്ക് സമൂഹം കൊടുക്കുന്ന ഫണ്ടാണ്. പക്ഷെ ഇതെവിടാണ് എത്തുന്നത്? ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ട്. പിന്നെ ഇയാൾ സ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ സുനിത, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ റോട്ടറി ക്ലബിന്റെ സ്കൂളിൽ പോയി. ഞാൻ ഒരുമാതിരി സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോകും കേട്ടോ, അവസരം കിട്ടിയാൽ. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മുതുകാടുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച പിള്ളേരെല്ലാം ഒരു ദിവസം അയാൾ കൊണ്ടുപോയി അവസാനം ഞങ്ങളുടെ കഷ്ടപ്പാട് മുഴുവൻ അയാളുടെ ക്രെഡിറ്റ് ആവുന്നു. അതിനകത്തൊരു വേദനയുണ്ട് മനുഷ്യരുടെ. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പിന്നെ മുതുകാടിന്റെ സ്ഥാപനത്തില് ഇപ്പോഴും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ, ഇപ്പൊ ഞാൻ രഞ്ജി എന്നല്ലേ കുട്ടിയുടെ പേര് ഇപ്പൊ സംസാരിച്ചപ്പോൾ, രഞ്ജുവിനെ ഇത് കേൾക്കുമായിരുന്നു. കാരണം ഞാന് മുതുകാടിന്റെ Purple New Year, new sale. इसके सामने है बाकी सब फेल. So go shop now at the Purple. വേദനയുണ്ട് മനുഷ്യരുടെ. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പിന്നെ മുതുകാടിന്റെ സ്ഥാപനത്തില് ഇപ്പോഴും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ, ഇപ്പൊ ഞാൻ രഞ്ജി എന്നല്ലേ കുട്ടിയുടെ പേര് ഇപ്പൊ സംസാരിച്ചപ്പോൾ, രഞ്ജുവിനെ ഇത് കേൾക്കുമായിരുന്നു. കാരണം ഞാന് മുതുകാടിന്റെ സ്ഥാപനത്തിൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരൻസിനെല്ലാം ഒരേ പരാതിയാണ്. അത് ഷാജിക്കായാലും രഞ്ജുവിനായാലും ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള പേരൻസിനായാലും ഒരേ പരാതിയാണ്. കാരണം ഇയാൾക്ക് ഓട്ടിസത്തെ അഡ്രസ് ചെയ്യാൻ ശേഷിയില്ല. ഇയാൾ ഭയങ്കര അപരാധമാണ് പേരൻസിനോട് ചെയ്യുന്നത്. ഓട്ടിസം ഉള്ള കുട്ടികളെ അവിടെ എടുത്തു വെച്ചിട്ട്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഞാൻ അന്ന് ന്യൂസ് 18 പറഞ്ഞല്ലോ, അവർ ഭയങ്കര. ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോ പുള്ളിനെ പിന്തുണയ്ക്കുന്ന ആളുകളും വളരെ സൗകര്യപൂർവ്വം ഈ വിവാദങ്ങള് ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പുള്ളിക്ക് ഫണ്ട് വരുന്നതാണ്. അത് ഹരീഷ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തിട്ട പോസ്റ്റാണ് ഹരീഷ് ഓഡിറ്റിനെ കുറിച്ച്. ഹരീഷ്, ഞാൻ മനസ്സിലാക്കിയത് ഹരീഷ് ആ പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം ഹരീഷ് വളരെ വ്യക്തമായി മറ്റൊരു പോസ്റ്റ് ഇട്ടു. ആദ്യം ഇട്ടതിനേക്കാളും വ്യക്തമായാണ് ഹരീഷ് രണ്ടാമത് പോസ്റ്റ് ഇട്ടത്. പക്ഷെ ആദ്യത്തെ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ
ഇതുണ്ടല്ലോ, ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇവർക്കൊക്കെ പ്രത്യേക കഴിവാണല്ലോ. അല്ല, ഈ നമ്മള് ഒരു ശരിക്ക് സംഭവം ഇത് സോഷ്യൽ ഓഡിറ്റിങ്ങിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ പുള്ളി ഓഡിറ്റിനെ പറ്റി പറഞ്ഞ ഞാൻ ടാക്സ് അത് അടച്ചു, അതൊരു ഭയങ്കര ബുദ്ധിയല്ലേ ശരിക്കും, അതിബുദ്ധിയല്ലേ ആ കാണിക്കുന്നത്. അത് ശരിക്കും അത് ഞാൻ അതിബുദ്ധിയാണ് പ്രീത, അത്ര. ഇനിയും ആ, ആളുകൾക്ക് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് ഉം. ഗോപിനാഥ് മുതുകാടിനെതിരെ ഉയർത്തുന്ന ആരോപണം, എന്താണ് പരാതി, പുള്ളി എന്തിനാണ് മറുപടി പറയേണ്ടത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വാലിഡ് അല്ലേ? മനുഷ്യന് ഏതൊരു എല്ലാ അളവിലും സാമൂഹ്യ ജീവികളിൽ കുറെയൊക്കെ ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയെ കൂടി ഒക്കെ ചേർന്നതാണ്. അപ്പം അവര് കാണുന്ന ഓട്ടിസം ഉള്ള കുട്ടിക്ക് വേണ്ടിയാണ് അവർ ഈ പണം ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാന് ഈ പോസ്റ്റുകൾ ഇടുമ്പോ എന്നോട് ഒരുപാട് പേര് വന്നു, നിങ്ങൾ ഈ പറയുന്ന സത്യമാണോ, അയാൾ അങ്ങനെ ആൾക്കാരെ നോക്കുന്നില്ലേ അവിടെ? ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഇതിങ്ങനെ എങ്ങനെയാണ് ഈ പൊതുബോധം ഉണ്ടായത്? ചുമ്മാതെ ആൾക്കാർ വഴിയെ പോകുന്നവർ അങ്ങനെ വിശ്വസിക്കുമോ? ഇയാൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇയാൾ ഉണ്ടാക്കിയ ഒരു ഇതുണ്ട്. കാരണം ഇയാൾ എപ്പോഴും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ മോശം കഥകളാണ് പറയുക. അപ്പൊ ആളുകളുടെ വിചാരം എന്താണ്? ഈ മോശം കഥയിലെ കുട്ടി ഇയാളുടെ സ്ഥാപനത്തിലുണ്ടെന്നാണ്. ഇയാളാണ് അതിനെ പരിപാലിക്കുന്നതെന്ന്. പിന്നെ എന്റെ ഒരു ഇത് സ്വഭാവം ഭയങ്കര ശരിയാണ് കേട്ടോ പ്രീത. ഞാൻ 2 എക്സാമ്പിൾ പറയാം. പുള്ളിയുടെ ഞാൻ ഈ അടുത്ത് കണ്ട വീഡിയോയിൽ ഒന്ന് പുള്ളി പറയാണ്, UK എങ്ങാണ്ട് ഒരു സ്റ്റേജിൽ പുള്ളി പറയാണ്, ക്വൈറ്റ് സീക്രട്ടിന്റെ പേരിലല്ല. കാരണം അതൊരു നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്തുണ്ടാവുന്ന ഉറക്കം പോലെ, ഭക്ഷണം പോലെ ആ കുട്ടിയുടെ ഒരു ഫിസിക്കൽ നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. അവിടെ അത് പരിഹരിക്കാൻ വേണ്ടി ആ അമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതാണ് എൻ്റെ ചിന്തകൾ ഉണർത്തിയത്. ഒരു മാതാവും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. ഒരമ്മ ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണിൽ നിന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകൾ, അത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത്തരമൊരു കാര്യത്തിന് അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഞാൻ ആ നിമിഷം പലതും ചിന്തിച്ചു പോയി. അതാണ് എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചത്. ആ വാക്കുകളോ വാചകങ്ങളോ എനിക്കിവിടെ പറയാൻ പറ്റാത്തതൊരു വിഷമമുണ്ട്, ഞാൻ പറയില്ല. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ പുള്ളി പറയാണ്, ഈ വായിലിട്ട് ചവച്ചരച്ച് തുപ്പി കൊടുക്കുന്ന വിഷയം. അങ്ങനെ ഒരു അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പൊ പ്രീത പറഞ്ഞ പോലെ ഈ 2 കുട്ടികളെയും പുള്ളി വിളിച്ചുകൊണ്ട് പോയി എന്നാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. അതാണ് അത്. ഈ മനസ്സിലാക്കല് അങ്ങനെയാണെങ്കിൽ അയാൾ വന്ന് ചോദിച്ചു, ഞാൻ അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അയാൾ നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആളുകളിലേക്ക് ഇയാൾ വിട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം വിശ്വസിക്കാനുള്ള സാധനം. എന്നെ വന്ന് ബ്ലോക്കാന് എന്റെ പ്രൊഫൈലിൽ വന്ന അയാള് ഈ ചാനൽ വാർത്തയ്ക്ക് താഴെ മുതുകാട് മെൻഷൻ ചെയ്യുന്നത് കാണാറുണ്ട്. അയാൾക്ക് എഴുതിക്കൂടെ ഇവിടെ ഞാനിത് ചെയ്യുന്നില്ല എന്ന്? ഇയാൾ എന്തിനാണ് ആ കുട്ടിയുടെ വീട്ടിൽ പോയത്? എന്തിനാണ് ആ കുട്ടിയുടെ വീട്ടിൽ പോയത്? ഇയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇയാൾക്ക് ഈ കുമിഞ്ഞു കൂടുന്ന ഫണ്ടില് ഓക്കെ, ഞാൻ എങ്കിൽ ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള 1 സ്കൂളോ 2 സ്കൂളോ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് ആലോചിക്കുന്നുണ്ടോ? കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ, ഓട്ടിസം ഉള്ള കുട്ടികളുടെ അവസ്ഥ ഒന്നിൽ സർക്കാർ അവരെ കൊണ്ടുകളയണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ജീവിതം സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ സ്ത്രീകളുടെ കരച്ചിൽ കേട്ട് ഒരു കാലത്ത് ഞാൻ തീരുമാനിച്ചു ഞാൻ കേൾക്കൂലെന്ന്. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും, എങ്ങനെ കേൾക്കാതിരിക്കും? നമ്മളോട് പറയാൻ വരുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല മനുഷ്യര്. അതില് ഞാൻ ഇതിനെല്ലാം തുടർച്ചയായിട്ട് ആൻസൈറ്റിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ രാത്രി എന്റെ പ്രശ്നങ്ങളുടെ പേരിൽ ഉറക്കമില്ലാത്ത ഞാന് ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. ഇതൊരു എനിക്കറിയില്ല ഇതിന്റെ എങ്ങനെയാണ് ഭീകരാവസ്ഥ ഈ സമൂഹത്തോട് കൺവേ ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സുനിത. സത്യം പറഞ്ഞാൽ ഞാൻ ആക്ടിവിസ്റ്റ് ആണെന്നൊക്കെ എന്നെ അധിക്ഷേപിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ആക്ടിവിസവും കൊണ്ടല്ല. പിന്നെ എനിക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഞാൻ എന്തിനായാലും ഇറങ്ങി തിരിച്ച് അതിന്റെ അടുത്തൂട് വരെ പോകുന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് സ്കൂളിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പേരൻസിൽ എത്തിയത്. പക്ഷെ ഞാൻ ഈ പേരൻസ് മാത്രം ഒതുക്കിയില്ല. ഞാൻ RK മലയത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, ജെസ്സി നാരായണനോട് സംസാരിച്ചിട്ടുണ്ട്, മജീസിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന്, എനിക്ക് ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക് എത്തിക്സ് ഇല്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു സ്കൂള് തുറന്നു വെച്ചിട്ട് അതില് കുട്ടികളെ നോക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ പേരൻസിൽ ഒരുപാട് പേരൻസിൽ നിൽക്കുന്നത്. അപ്പം ഈ
ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാ പേരൻസിനും ഒരേ കാര്യമേ പറയാനുള്ളൂ. ആ ഭാഷ മാത്രം അവരുടെ സംസാരിക്കാനുള്ള സ്കിൽ അനുസരിച്ച് ഭാഷ മാറുന്നുണ്ടാവും. ഇത് ഞാൻ ഒരാളിൽ നിന്നല്ല കേട്ടത് സുനിത. ഇയാൾ കുട്ടിയെ തട്ടി മാറ്റുമെന്ന് 3-4 പേരിൽ നിന്നാണ് ഞാൻ കേട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് വന്ന് പൊതുസമൂഹത്തോട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പേടിയാണ്. പുള്ളിയുടെ ഞാനിപ്പോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചറിയും, അയാളുടെ ഒരു പ്രശ്നം അയാൾ തിരിച്ചറിയുമോ എന്നുള്ളതാണ്. പക്ഷെ പുള്ളി എനിക്കൊരു വാക്ക് തന്നു, എന്തെങ്കിലും കാരണത്താൽ ഈ പ്രശ്നം പ്രതിസന്ധിയിലായാല് ഇതവിടെ നിന്ന് പോകുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വന്ന് പറയുന്നു പറഞ്ഞു. ആ ഒരു ആശ്വാസം ഉണ്ട് എനിക്ക്, പറയുമല്ലോ. കാരണം നമ്മൾ ഇങ്ങനൊരു ഇയാളോ ഞാൻ ഓഡിറ്റ് നടത്തുന്നുണ്ട്, നിങ്ങൾ വന്ന് കണ്ടോ, കാണുമ്പോ അവിടെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാരും പറയുന്നത് എങ്ങനെയാണ്, കാണുമ്പോ ഒരു പ്രശ്നവും ഇല്ല, വളരെ സുന്ദരമായ സ്ഥലമാണ്. പക്ഷേ കേരള സമൂഹത്തില് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ പേരന്റ് വന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ സുനിത, ഈ സുനിത ഉള്ള രാജ്യത്താണെങ്കിൽ ഇയാൾ പിന്നീട് ആ സ്ഥാപനത്തിൽ പിറ്റേ ദിവസം മുതൽ കയറുവോ? പറ്റില്ല. ഇത് അമ്മ പറയണത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീടത്തെ കാര്യമാണ്, അല്ലേ? അതെ അതെ. ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു കുഞ്ഞിന്റെ അമ്മ ഒരാൾ പരാതി പറഞ്ഞാൽ മതി. ഇതുപോലെ നിരന്ന് നിന്ന ആൾക്കാർ 100 പേരൊന്നും പറയണ്ട. ഒരു കുട്ടിയുടെ അമ്മ അതെ. പരാതി പറഞ്ഞാൽ അന്ന് തീർന്നു ആ സ്ഥാപനം. പിന്നീട് പ്രീത പറഞ്ഞ പോലെ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് തുറക്കുകയാണെങ്കിൽ തുറക്കും, ഇല്ലെങ്കിൽ സ്ഥിരമായി പൂട്ടും. എനിക്ക് ആ ചിത്രം അതിനുള്ളിൽ